അല്പസമയം മുൻപ് നരേന്ദ്രമോദി ഇന്ത്യയുടെ ജനങ്ങളോട് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ പാകിസ്ഥാനെക്കുറിച്ചോ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല. മോദി മൗനത്തിലാണ്. മോദിയുടെ ഈ മൗനം എന്തിനുള്ള സൂചനയാണ്? ഒരു ഭാഗത്ത് പാകിസ്ഥാൻ വിറയ്ക്കുകയാണ്, അവർ പിച്ചും പേയും പറയുകയാണ്, പക്ഷെ മോദി മൗനത്തിലാണ്. മോദിയുടെ മൗനം വളരെ അർത്ഥഗർഭമായിട്ടുള്ളൊരു മൗനമാണ്. കാരണം നേരത്തെ വിക്രം മേസ്ത്രി വിദേശകാര്യ സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സേനയിലെ 2 മിടുക്കികൾ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് നടന്നതെന്നുള്ളത് വ്യക്തമായിട്ട് വിശദീകരിച്ചു. നമ്മളൊരു അതിർത്തി ലംഘനവും നടന്നില്ല. നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ മാത്രമാണ് ടാർഗറ്റിംഗ് ദി ടെററിസ്റ്റ് ക്യാമ്പ്സ് ഇൻ പാകിസ്ഥാൻ. അത് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇത് നിയമവിരുദ്ധമായിട്ടുള്ളതോ ഒരു യുദ്ധസന്നാഹമോ ഒന്നുമല്ല. അത് ഇന്റർനാഷണൽ ലോസ് അനുവദിച്ചിട്ടുള്ള, അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പേപ്പട്ടിയെ അടിച്ചു കൊല്ലരുതെന്ന് അങ്ങനെ നിയമമൊന്നുമില്ല. പേപ്പട്ടിയായി കഴിഞ്ഞാൽ പേപ്പട്ടിയെ നമുക്ക് തല്ലിക്കൊല്ലാം, ഒരു നിയമവും അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഭീകരവാദികൾ ഏത് നിമിത്തവും വീണ്ടും ആക്രമിക്കാൻ ഒരുമ്പെടും മുമ്പേ നമ്മൾ നമ്മുടെ ഒരു പ്രതിരോധ തന്ത്രം തീർത്തു. അല്ലാതെ ഇന്ത്യയിലെ ജനങ്ങളെ അവർക്ക് സ്വതന്ത്രമായിട്ട് കൊല്ലാൻ ഉള്ള ഒരു വഴി ഒരുക്കുകയായിരിക്കും അല്ലെങ്കിൽ ചെയ്തത്. അല്ലെങ്കിൽ ഉണ്ടാവുക ഇതിലും കൂടിയ കൂട്ടമരണങ്ങളായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ പേ പിടിച്ച ആൾക്കാരെ, ഭീകരന്മാരെ ഒന്ന് തടഞ്ഞു, അവരുടെ ക്യാമ്പുകൾ നശിപ്പിച്ചു കളഞ്ഞു. ആ ഭീകര പരിശീലനം നടത്തുന്ന പരിപാടി ഒന്ന് നിർത്തിച്ചു തൽക്കാലത്തേക്ക്. ഇത് ശാശ്വതമൊന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ വിക്രം മേസ്ത്രിയെ കൊണ്ട് കാര്യമായിട്ട് തന്നെ പറയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു തിരിച്ചടി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമോ? ഭീകരവാദികൾക്ക് ഈ പ്രോക്സി വാർ നടത്താൻ പറ്റാതെ വരുമ്പോൾ അവർ നേരിട്ടുള്ള വാറിന് തുനിയാറുണ്ട്. അതിർത്തിയിൽ അത് നേരത്തെ തന്നെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവർ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രത്തിൻ്റെ നായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയാറായിട്ടില്ല. പറയേണ്ട അവസരത്തിൽ അദ്ദേഹം പറയുമെന്നാണ് എനിക്ക് തോന്നുന്നു. അദ്ദേഹം നമുക്കറിയാമല്ലോ, ഇത്രയും നാളെ അദ്ദേഹം ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ ബീഹാറിൽ വെച്ച് നടത്തിയ പ്രസംഗം. അതായത് വി വിൽ ട്രേസ് ദം, വി വിൽ ഫൈൻഡ് ദം, വി വിൽ ട്രേസ് ദം ആൻഡ് വി വിൽ ഗിവ് ദം പണിഷ്മെൻറ്റ് വിച്ച് നൺ ഓഫ് ദെയർ ഇമാജിനേഷൻസ് ക്യാൻ ജസ്. ഈ അർത്ഥത്തിൽ ക്യാൻ ഗസ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളവരെ കണ്ടുപിടിക്കും, അതുപോലെ തന്നെ ലോകത്തിലെ അവരുടെ ഒരു ഭാവനയ്ക്കും തിരിച്ചറിയാനാവാത്ത വിധം വേണ്ട ശിക്ഷ അവർക്ക് കൊടുക്കും. ഭീകരന്മാർക്ക് മാത്രമല്ല, ഭീകരന്മാരെ സഹായിക്കുന്നവർക്കും നമ്മൾ ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അവരുടെ റിയാക്ഷന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു ഇടവേളയാണ്. അപ്പോൾ ഈ ഇടവേള എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാന വാക്ക് പറയാൻ സമയമായിട്ടില്ല. അപ്പോൾ അടുത്ത നടപടി ഇനി വീണ്ടും അവർ ആക്രമണത്തിന് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് പൂർണ്ണമായോ അർത്ഥവിരാമമായോ എന്നുള്ള ഒരു സന്ദേഹം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പറയാം. രാഷ്ട്രത്തിൻ്റെ തലവൻ പറയേണ്ട ഏറ്റവും അവസാനമാണല്ലോ. അല്ല, അത് പുതിയ ഇന്ത്യയുടെ രീതിയാണോ ഈ നരേന്ദ്രമോദി? അതെ, തീർച്ചയായും. അതോടൊപ്പം തന്നെ അജിത് ഡോവലൊന്നും അങ്ങനെ ഈ മൈക്കിന് മുന്നിൽ വന്ന് അങ്ങനെ അധിക പ്രസംഗം നടത്താറില്ല. വീമ്പിളക്കാറുമില്ല. അവരാരും വീമ്പിളക്കുന്ന പരിപാടിയില്ല. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും. പറഞ്ഞു, അന്ന് ബീഹാറിൽ വെച്ച് പറഞ്ഞു, ആ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കി. അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചു കഴിഞ്ഞു. അമിത്ഷാ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രതികാരമാണ്, അവരുടെ ഭീകരാക്രമണത്തിനുള്ള പ്രതികാരമാണ് ചെയ്തതെന്ന് അമിത്ഷാ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ദേശീയ വിഷയങ്ങളെക്കുറിച്ച്, അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന കോൺഗ്രസിൻ്റെ വിവരമുള്ള ഒരു നേതാവാണ് ശശി തരൂർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ അഭിമാന വിജയമാണെന്നാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചൈനയുടെ പിന്തുണയുള്ള വലിയ ഭീകര രാഷ്ട്രം, എന്തും ചെയ്യാൻ അറപ്പില്ലാത്ത ഒരു രാഷ്ട്രമാണ്, നികൃഷ്ടരുടെ രാഷ്ട്രമാണ്. അവിടുത്തെ പട്ടാള ജനത തന്നെ പറഞ്ഞില്ലേ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ വേറെയാണ്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും, പാവപ്പെട്ടവനും എഴുത്തുകാരും എല്ലാം, ഇതുവരെയുള്ള മാനവിക ഇതുള്ള എല്ലാ മനുഷ്യരും, സാംസ്കാരിക പ്രവർത്തകരും എല്ലാം, മനുഷ്യ സ്നേഹികളുമെല്ലാം, മനുഷ്യ കഥാനുവായികളുമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ സംസ്കാരങ്ങളും ഒന്നാണ്, മനുഷ്യനൊന്നാണ് എന്ന് പറഞ്ഞ നമ്മുടെ ശ്രീനാരായണ ഗുരു പോലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് അയാൾ പറയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ വേറെയാണ്, തമ്മിൽ തല്ലവരേണ്ടവരാണ്, തലതല്ലി നശിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത മനുഷ്യനുള്ള ഒരു രാജ്യത്ത്, അദ്ദേഹം പട്ടാള മേധാവിയായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഹസൻ മുനീർ എന്ന് പറയുന്ന ആൾ ഉള്ള ഒരു രാജ്യത്ത് അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം, മതവിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രാഷ്ട്രത്തെ കൊടുത്ത ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ശിക്ഷയാണിതെന്ന് ശശി തരൂരിനെ പോലുള്ള ലോകോത്തരനായിട്ടുള്ള ഒരു നയതന്ത്രജ്ഞൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കളും നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയായിരുന്നു.
അതുപോലെ തന്നെ രാഷ്ട്രപതിയെ കാണാൻ അദ്ദേഹം പോയിട്ടുണ്ട്. കാരണം ഒരു വലിയ മിലിറ്ററി ഓപ്പറേഷൻ നടന്നിരിക്കുന്നു, ഭീകരവാദത്തിനെതിരെ തിരിച്ചടി ഉണ്ടാവാം. ഈ സന്ദർഭത്തിൽ സർവ സൈന്യാധിപ ആയിട്ടുള്ള രാഷ്ട്രപതിയെ പോയി അദ്ദേഹം കണ്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യും. എല്ലാം കൃത്യമായിട്ടും ശരിയായ രീതിയിലും ഔചിത്യബോധത്തോടെയുമാണ് അദ്ദേഹം നിറവേറ്റിപ്പോരുന്നത്. ആ ഔചിത്യ ദീക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് മോദി പത്രക്കാരോട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ വീമ്പിളക്കായിരുന്നത്. കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ചിലപ്പോൾ അവർക്ക് വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം രന്ധ്രാന്വേഷികളായിട്ടുള്ള പത്രപ്രവർത്തകർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി പലപ്പോഴും ഒരു എസ്കലേഷൻ ഓഫ് വാർ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും. ഒരു രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ആണ് അദ്ദേഹം അത് സ്വയം മൗനം പാലിച്ചത്. വീടുവായുത്തം പറഞ്ഞ് അങ്ങനെ കാണിക്കാനല്ല, കരുതലോടെ കോഷ്യസ് സൈലൻസ് എന്ന് ഞാനതിനെ പറയും. അങ്ങനെയുള്ള വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരു മൗനമാണ് അദ്ദേഹം അവിടെ കൈക്കൊണ്ടത്. ഇനി എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തലവൻ്റെ രീതി തന്നെയാണ്. രഹസ്യങ്ങളൊന്നും അന്നേരം വെളിപ്പെടുത്തിക്കൂടാ. ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പോകാൻ പാടില്ല. ചോദിച്ചാൽ നോ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രക്കാർ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇന്ത്യ യുദ്ധം നിർത്തിയാൽ, ഈ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും നിർത്താമെന്നാണ്. വലിയ തമാശ. അവരാണ് അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചടി മാത്രമേ ഇന്ത്യ കൊടുത്തുള്ളൂ. അവരുടെ ആക്ഷൻസിനുള്ള റിയാക്ഷൻ മാത്രമേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു യുദ്ധത്തിനൊന്നും അങ്ങോട്ട് കയറി പോയിട്ടില്ല ഇന്ത്യ ഒരിക്കലും. മാറാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു നല്ല കാര്യമാണ്, നല്ല പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി. ഞങ്ങൾ മാറാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തിരിച്ചടിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്, അല്ലേ? ഞങ്ങൾ തിരിച്ചടിക്കും, എന്തെങ്കിലും ശിക്ഷ കൊടുക്കും, ആറ്റം ബോംബ് ഞങ്ങൾ അവിടെ കൊണ്ടുവിടും, ഇന്ത്യ നശിപ്പിക്കും, പിന്നെ ലോകത്താരും അവശേഷിക്കില്ല എന്നൊക്കെയാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായി? ഇന്ത്യ പിന്മാറിയാൽ ഞങ്ങളും പിന്മാറാം. അത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കേണ്ടതാണ്. അതിർത്തിയിൽ നമ്മൾ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയായിരുന്നു. ആ പിന്മാറൽ എന്നുള്ള കോഷ്യസ് ആയിട്ടുള്ളൊരു പിന്മാറൽ, ഘട്ടം ഘട്ടമായിട്ടൊരു പിന്മാറൽ നമുക്കാകാവുന്നേ ഉള്ളൂ. അവരതനുസരിച്ച് പിന്മാറുമോ എന്ന് അറിയാൻ നമ്മുടെ ഇൻ്റലിജൻസിനും നമ്മുടെ സൈന്യത്തിനും കഴിയും. അത് വെച്ചുകൊണ്ട് അവരും പിന്മാറ്റം നടത്തുവാണെങ്കിൽ അതിർത്തിയിൽ ഇവരിനി ഷെല്ലാക്രമണം നടത്തി അല്ലെങ്കിൽ വെടിയൊച്ചകൾ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കടം തീർത്തു നമ്മൾ. അപ്പോൾ കടമില്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതയില്ലാത്തൊരവസ്ഥ നമ്മളിപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് തൽക്കാലം. പക്ഷേ ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് തീരുമാനം ഉണ്ടാവുന്നത്. ഇതെവിടെ തുടങ്ങിയോ അവിടെ നമ്മൾ അവസാനിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും പുതുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ നമ്മൾ സജ്ജമാണെന്ന് നമ്മുടെ സൈന്യങ്ങളുടെയും മേധാവികൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സജ്ജമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മൾ എത്ര നാൾ അവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സൈന്യത്തിനൊരു ക്ഷീണം ഉണ്ടാവുകയില്ല. പാകിസ്ഥാൻ അതേസമയം ഇപ്പോൾ തന്നെ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ ദിവസങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇവരുടെ സൈന്യത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ട പണം ഇല്ലാതെ വരും. അവരുടെ ഖജനാവ് കാര്യമായി തീരും. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പിന്മാറണമെങ്കിൽ മാന്യമായിട്ട് പിന്മാറും. അവർ പിന്മാറിയ ഇന്ത്യയും പിന്മാറും. ഇങ്ങനെ കണ്ടീഷൻ അവർ വെക്കേണ്ട കാര്യമില്ല. അവർ മാന്യമായിട്ട് കീഴടങ്ങണമെന്നല്ല പറയുന്നത്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ സൈന്യത്തിന്, ഒരു സൈനിക ആസ്ഥാനത്തിന് നേരെയും നമ്മൾ ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല. ആശുപത്രിക്ക് നേരെയില്ല, സ്കൂളിന് നേരെയില്ല, ഒന്നിനും നേരെയില്ല. മര്യാദയ്ക്ക് തന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ആക്രമണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതൊരു തെറ്റും നമുക്ക് പറ്റിയിട്ടില്ല. നിയമപരമായിട്ടും ഒരു വീഴ്ചയും സംഭവിച്ചില്ല. ഒരു രാഷ്ട്രത്തിനും അതിനെ അപലപിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.